ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. ഇന്നലെ പുലർച്ചെയും രാത്രിയും ഇറാനിലെ ഫോർദോ ആണവ കേന്ദ്രത്തിലും ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിലും ഇസ്രായേൽ ആക്രമണം നടത്തി. പിന്നാലെ ഇസ്രായേലിലേക്ക് മിസൈൽ വർഷം നടത്തി ഇറാൻ തിരിച്ചടിച്ചു. ടെൽ അവീവിൽ ഉണ്ടായ മിസൈൽ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന സൈനിക നടപടിയുടെ ഭാഗമായി ഇറാനിൽ ഇസ്രായേൽ ആക്രമണം ഇന്നലെയും തുടർന്നു. ആണവ കേന്ദ്രങ്ങളും ആയുധ സംവിധാനങ്ങളും സൈനിക ഉദ്യോഗസ്ഥരുടെയും ആണവ ശാസ്ത്രജ്ഞരുടെയും വസതികളും ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിന്റെ 2ാം തരംഗത്തിൽ ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഫോർദോ ആണവ കേന്ദ്രം ഇന്നലെ രാത്രി ഇസ്രായേൽ ആക്രമിച്ചു. ടെഹ്റാനിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മെഹ്റാബാദ് വിമാനത്താവളത്തിലും ഇസ്രായേൽ ആക്രമണമുണ്ടായി. ഭൗമോപരിതലത്തിൽ നിർമ്മിതമായ നതാൻസ് ആണവ കേന്ദ്രം ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നതായി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി സ്ഥിരീകരിച്ചു. ഇറാന്റെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന ഖോം പട്ടണത്തിനടുത്തുള്ള ഫോർദോയിലെ ആണവ കേന്ദ്രവും ഇസ്ഫഹാനിലെ ആണവ കേന്ദ്രവും ആക്രമിച്ചതാണ് ഇസ്രായേൽ ഇന്നലെ രാത്രി നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായ സൈനിക നീക്കം. അതേസമയം ഇറാനിൽ നിന്നും അതിശക്തമായ തിരിച്ചടിയും ഇസ്രായേലിലേക്കുണ്ടായി. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന പേരിൽ നടത്തിയ സൈനിക നടപടിയിൽ 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് ഇറാൻ 2 ഘട്ടങ്ങളിലായി വർഷിച്ചത്. മിസൈലുകൾ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തടുത്തെങ്കിലും 7 പ്രൊജക്ടൈലുകൾ ടെൽ അവീവിൽ പതിച്ചു. 60-ലധികം ആളുകൾക്ക് പരിക്കേറ്റു. കെട്ടിടങ്ങൾ തകർന്നതടക്കം ഇസ്രായേലിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇറാൻ ആക്രമണത്തിന് കഴിഞ്ഞു. ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയ ഇറാൻ അസഹ്യമായ വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രതികരിച്ചു. അതേസമയം ഇരുപക്ഷവും അക്രമം അവസാനിപ്പിക്കണമെന്നും നയതന്ത്രത്തിന്റെയും സമാധാനത്തിന്റെയും മാർഗത്തിലേക്ക് വരണമെന്നും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് എക്സിൽ കുറിച്ചു. ഇതിനിടെ ഒമാനിൽ നടക്കാനിരിക്കുന്ന അമേരിക്ക ഇറാൻ 6ാം ഘട്ട ആണവ കരാർ ചർച്ചകൾ മാറ്റിവെച്ചു. US-മായി ചർച്ച നടത്തുന്നതിൽ അർത്ഥമില്ലെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. അറബ് രാഷ്ട്രതലവന്മാരുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് യൂറോപ്യൻ യൂണിയനും ആവശ്യപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.